നിനക്ക് നാണാവൂലടാ ഫാൻസ് നടക്കാൻ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ പാകത്തിന് വെച്ചിട്ട് റിയലിസ്റ്റിക് പടം ചെയ്യണം. ഓ ഇവന്മാര് പ്രകൃതിയും പച്ചക്കറിയും നല്ലൊരു മാസം പടം കണ്ട കാലം മറന്നു. ഏത് പുലിമുരുകനും പോക്കിലാച്ച്? അതെന്താ പുലിമുരുകനോടൊപ്പം നിന്റെ മറ്റേ ചെരുപ്പിടാണ്ട് അടിണ്ടാക്കണ മറ്റേ സിനിമേനെക്കാട്ടി നല്ലതല്ലേ? ഒരു പ്രതികാരേ. ആ റേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വിവരമൊക്കെ വേണം. ഞാൻ നിന്നെപ്പോഴും മസാല ദോശ എടുക്കുന്നു, അത് മനസ്സിലാക്കണം. ബ്രില്യൻസിലടാ. എന്നും സാമ്പാർ കൂട്ടി പച്ചക്കറി സദ്യച്ച് നമ്മൾ മടുത്തു. ഇനിയൊരു ബിരിയാണിയൊക്കെ ആവാം. പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നത് പടം എൻജോയ് ചെയ്യാനാണ്, അല്ലാണ്ട് പ്രബന്ധം അവതരിപ്പിക്കാനും നോട്ട്സ് ചെയ്തെടുക്കാനും അല്ല. മനസ്സിലായോ? എന്നാ പിന്നെ ആരും വേണ്ട, നമ്മൾ പുതിയ പിള്ളേരെ വെച്ച് പടം ചെയ്യും. പുതിയ പയ്യന്മാരാ. ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് എന്താ കുഴപ്പം? പുതിയ പയ്യന്മാരെക്കാട്ടി ലുക്ക് ഉണ്ട് ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക്. അത് വിട്, അത് നിങ്ങൾ ഫാൻസാർക്ക് മാത്രം തോന്നണം. എന്നാ നീ ലാലേന്റെ ഒരു ഫോട്ടോ വൈറലാക്കി കാണിക്കടാ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലടാ. പടം പിടിക്കുകയാണെങ്കിലേ ലാലേട്ടനെ വെച്ചാൽ പടം പിടിക്കണം, എന്നാലും തിയേറ്ററിലെ ആൾക്കാർ കയറുള്ളൂ. ഞാൻ തിയേറ്ററിൽ ഇറക്കുന്ന പറഞ്ഞ തിയേറ്ററിൽ പടം കണ്ടപ്പോ നിനക്ക് ആമസോൺ നെറ്റ്ഫ്ലിക്സ് എന്താ അറിയും? ഞാൻ ഷെയറിട്ടുള്ള പടം പെട്ടിട്ട് സമ്മതിക്കില്ല. ഞാൻ പടം റിലീസ് ചെയ്യണം. അങ്ങനെ മൊബൈലിൽ ഇരുന്ന് കാണാൻ പോണ പടത്തിന് ഷെയർ ഞാൻ തയ്യാറല്ല.